ചിത്രം. ഇതിനകത്ത് ലൈറ്റിങ് വരുന്നത് വെള്ളം ഒഴിച്ച് അതിന് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. ആ വലയിൽ കുടുങ്ങിക്കിടക്കുക. പേപ്പർ കൊളാഷ് ഇതിനകത്ത് ഞാൻ കളർ യൂസ്, അതുപോലെ ഓയിൽ കളറിൻ്റെ ഒപ്പക് രീതികൾ എന്തൊക്കെ. ചിത്രകലയിലെ എൻ്റെ പ്രഥമ ഗുരുനാഥ എന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മയാണ്. എനിക്ക് 2-3 വയസ്സുള്ളപ്പോൾ ആളെന്നെ മടിയിലിരുത്തി മുറ്റത്ത് ഈർക്കിൽ കൊണ്ട് മലയാളത്തിൽ പ എന്ന അക്ഷരം എഴുതി കൊക്ക് വരച്ച് ബോഡി വരച്ച് വാല് വരച്ച് ഒരു കോഴീനെ വരച്ചിട്ടായിരുന്നു ഇതിൻ്റെ തുടക്കം. എന്നിൽ കല എന്നുള്ള ആ ഒരാശയം കുത്തിവെച്ചത് എൻ്റെ അമ്മൂമ്മയായിരുന്നു എന്ന് എനിക്ക് പറയാം. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിങ് തുടങ്ങിയപ്പോൾ എന്നിലെ കല മനസ്സിലാക്കി എൻ്റെ ഡ്രോയിങ് മാസ്റ്റർ ആൻ്റണി മാഷുണ്ടായിരുന്നു. ആൾ ഒരു ബുക്ക് ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു, ഒരു സത്യനും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ ബുക്ക് വാങ്ങി തന്നിട്ട് അതിനകത്ത് ഓരോ ടോപ്പിക്ക് പറയും, മെമ്മറി ആയിട്ട് ഭാവനയിൽ വരച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള ടോപ്പിക്കുകൾ അദ്ദേഹം തരുമായിരുന്നു. അന്ന് ഉത്സവം, നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു അപകടം, ആ സീൻ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ ക്രിയേറ്റീവ് തിങ്കിങ്, അന്നത്തെ കാലത്ത് ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയാം. ആ ഒരു രീതി ആ സാറായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. പല പെയിൻറ്റിങ്ങുകളിലും പല രൂപത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ പെയിൻറ്റിങ്ങിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വാട്ടർ കളറ് ആദ്യം അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് മീതെ നമ്മൾ പോളിത്തീൻ കവറ് വെച്ച് അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മളതെടുത്ത് മാറ്റുമ്പോൾ കിട്ടുന്ന ഒരു തരം ടെക്സ്ചറാണത്. അത് പലതരത്തിലുള്ള ടെക്സ്ചറുകൾ വാട്ടർ കളറിൽ വരുത്താനായിട്ട് സാധിക്കും. ഇവിടെ പേപ്പർ കൊളാഷ്, ഇതിനകത്ത് ഞാൻ കളർ യൂസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവേണ്ടത് എന്താ, ഒരു പെൺകുട്ടി വയലിൻ വായിക്കുന്നതായിട്ടുള്ള ആ ഒരു എഫക്റ്റ് ശരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. പല കളറിലുള്ള പേപ്പറുകൾ വെട്ടുകയല്ല ചീന്തി എടുത്തിട്ട് ഒട്ടിച്ചിട്ട് ചെയ്യുന്ന വർക്കാണ്. അത് തന്നെയാണ് ഇവിടെ ഒരു ഓർക്കസ്ട്ര കാണിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള പേപ്പർ കൊളാഷ് രീതിയാണ് ചെയ്തിട്ടുള്ളത്, മാഗസിൻ പേപ്പർ വെച്ചിട്ട്. ഇതിനകത്ത് വരുന്നത് പോയിന്റലിസം അല്ലെങ്കിൽ ഡോട്ട്സ് ആർട്ട് എന്ന് പറയും, ആ രീതിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രതലം ഒരു പല കളറിലുള്ളത് അടിച്ചിട്ട് പിന്നെ അതിൻ്റെ മീതെ നമ്മൾ ഡോട്ടുകൾ വെച്ചിട്ട് ഒരു ഫിഗർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതൊരു പ്രത്യേക രീതിയിലുള്ള പെയിൻറ്റിങ്സാണ്. അതിലെ ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ നമ്മൾ അതിനനുസരിച്ച് കളർ വെച്ചിട്ട് ഡോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റൈൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു തരം ടെക്സ്ചറായിട്ടുള്ള പേപ്പറാണ്. ഈ പേപ്പറിനകത്ത് ഓയിൽ പേസ്റ്റിൽ ഉപയോഗിച്ചിട്ട് ഈ ഫിഗറെല്ലാം ചെയ്തിട്ട് ആ കോസ്റ്റ്യൂം മാത്രം ടെക്സ്റ്റൈൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള പല ടെക്നിക്സുകളും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ റോളർ വെച്ചിട്ട് പെയിൻറ്റ് ഡ്രോപ്ലെറ്റ് ഇട്ടതിന് ശേഷം ക്യാൻവാസിലോ അല്ലെങ്കിൽ പേപ്പറിലോ നമ്മൾ റോളർ വെച്ചിട്ട് ചെയ്തിട്ട് അതിന്ന് വേറെ അതിന് ഫിഗർ വരച്ചിട്ട് ചെയ്യുന്ന ഒത്തിരി ടെക്നിക്സുകൾ ഇതുപോലെയുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ഡേവിസ് പുലിക്കോട്ടിൽ. തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടിക്കടുത്ത് പൂവത്തൂരിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഭാര്യ, എൻ്റെ അമ്മ, 2 മക്കളാണുള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്നത് പാലയൂർ സെൻറ്റ് ഫ്രാൻസിസ് ICSE സ്കൂളിലാണ്. ഇപ്പോൾ 2 വർഷത്തോളമായി ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ ഞാൻ ആർട്ട് ഹോം എന്നുള്ള പേരിൽ ഒരു ഡ്രോയിങ് ക്ലാസ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ 10-30 കുട്ടികളുണ്ട്. പിന്നെ ഓൺലൈനിൽ ഞാൻ ആർട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നമ്മുടെ ബെന്യാമിൻ്റെ ആടുജീവിതം എന്നുള്ള എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നോവലിനെ ആസ്പദമാക്കിയിട്ട് ഞാൻ വളരെ മുൻപ് തുടങ്ങിയതായിരുന്നു. ഈ ആടുജീവിതം എന്ന നോവൽ ഇറങ്ങിയ കാലത്ത് വരച്ചു തുടങ്ങിയതായിരുന്നു.
പക്ഷേ അതിനുശേഷം ഒരുപാട് കാരണത്താൽ അത് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ആ മൂവി വരെ വന്നു. ഇപ്പോഴും ഞാൻ അതിൻ്റെ പണിപ്പുരയിലാണ്. ഇത് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിറങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ നിറങ്ങളും ഇഷ്ടമാണ്. എല്ലാ നിറത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ പല എക്സ്പ്രഷൻസ് മാറുമ്പോൾ നമ്മൾ നിറങ്ങളെ അതിനനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഏരിയ അല്ലെങ്കിൽ ഒരു ഇമോഷനാണ് നമ്മൾ കാണിക്കണമെന്ന് വെച്ചെങ്കിൽ അതിനെ ഡിപ്പെക്റ്റ് ചെയ്യുന്ന നിറങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു യെല്ലോ ഓക്കർ, ബേൺസീന അല്ലെങ്കിൽ ബേൺഡ് അംബർ, ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു തരം രീതിയിലായിരിക്കും. അതല്ലെങ്കിൽ ഒരു സിപ്പിയ കളേഴ്സ് ഒക്കെ ആയിരിക്കും അതിൽ യൂസ് ചെയ്യുന്നത്. പല പെയിൻറ്റിങ്ങുകളിലും ഞാൻ യൂസ് ചെയ്യുന്നത് പല നിറങ്ങളാണ്. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് ബ്ലൂ കളർ എനിക്ക് വളരെ ഇഷ്ടമാണ്. ബ്ലൂ ഒരു എന്താ പറയുക, ശാന്തിയുടെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ നിറമാണെന്നാണ് പൊതുവെ വെപ്പ്. പക്ഷേ ബ്ലൂ കളറ് എൻ്റെ ഒരുവിധം വർക്കുകളിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രകൃതിനെ ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ കൂടുതലും യെല്ലോയും ഗ്രീനും ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇംപ്രഷനിസ്റ്റ് കലാകാരന്മാരായിട്ടുള്ള പോൾ സെസാൻ, റിനോയർ എന്നിവരുടെയൊക്കെ വർക്കുകളിൽ കാണുന്നത് ആ ലൈറ്റിങ്ങിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ഭംഗി വരുന്നത്. അവർ പലതരത്തിലുള്ള സ്ട്രോക്സുകൾ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ ഞാനിവിടെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ആർട്ടിഡയൻ്റെ ഒരു ചിത്രം. ഇതിനകത്ത് ലൈറ്റിങ് വരുന്നത് യെല്ലോയും പല കളറുകളും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. യെല്ലോ, വൈറ്റ്, ഓറഞ്ച് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രകൃതി ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇത്തരമൊരു സ്ട്രോക്സ് ചെയ്തിട്ട് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതൊരു ഇംപ്രഷനിസ്റ്റ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. 1985 എൻ്റെ സ്കൂളിങ് കഴിഞ്ഞിട്ട് പിന്നെ ചിത്രകല ഒരു ഐച്ഛിക വിഷയമായിട്ട് പഠിക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ ഒട്ടേറെ പ്രതികൂല പ്രതികരണങ്ങളായിരുന്നു എൻ്റെ ആ ഒരു തീരുമാനത്തിനുണ്ടായിരുന്നത്. പലരും എന്നോട് പറഞ്ഞൊരു അവശ കലാകാരനായിട്ട് നടക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്, ഒരു പടം വരക്കാരനായിട്ട് നടക്കാനാണോ? അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ബാഗ്, ഒരു തുണിസഞ്ചിയും തൂക്കി താടിയും ദേക്ഷ്യം വളർത്തി ഒരു അവശ കലാകാരന്മാരുടെ പോലെ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിലുള്ള കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് അതായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ആകാനല്ല, ഞാനൊരു ടീച്ചറാകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിനായിട്ട് അക്കാഡമിക്കായിട്ട് ഈ കലാപഠനം എങ്ങനെ അക്കാഡമിക്കായിട്ട് സാധ്യമാവും എന്നുള്ളതിനെ പറ്റിയിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് എന്നുള്ള പേരിൽ തൃശ്ശൂർ ചെമ്പൂക്കാവിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്. 2 ഇയേഴ്സിൻ്റെ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചറായിട്ട് ജോലി കിട്ടും എന്നുള്ളൊരു എയിമും കൂടി ഉണ്ടായിരുന്നു അതിന്. അങ്ങനെ ഞാനതിൽ അവിടെ ചെന്നിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോയപ്പോൾ എനിക്ക് ആദ്യത്തെ ചാൻസിൽ കിട്ടിയില്ല. കാരണം ഞാൻ പോയത് കുറച്ച് വൈകിട്ടായിരുന്നു. അവിടുത്തെ അഡ്മിഷൻ്റെ ഏതാണ്ട് പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ പോയത്. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് KT സാമുവൽ മാഷ് നടത്തുന്നൊരു സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പേരായിട്ടുള്ളൊരു പ്രൈവറ്റ് സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇന്നത്തെ കാലത്തെ പോലെയല്ല, +2 കഴിഞ്ഞിട്ടല്ല. അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് മിനിമം യോഗ്യത ഉണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെ ഇവിടെ പോയപ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് സാധിച്ചു. അവിടെ എൻ്റെ സീനിയറായിട്ടുണ്ടായിരുന്ന വിൻസെൻ്റ്, സുരേന്ദ്രൻ എന്നൊക്കെയുള്ള കുറേ നല്ല സുഹൃത്തുക്കളെ കിട്ടി. അപ്പോൾ അവരുടെ പെയിൻറ്റിങ് സ്റ്റൈല് എങ്ങനെയാണ് വാട്ടർ കളർ ചെയ്യുന്നത്, അതിൻ്റെ ട്രാൻസ്പെറൻസിയിലുള്ള പെയിൻറ്റിങ് സ്റ്റൈൽ എന്താണ്, അതുപോലെ ഓയിൽ കളറിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, അതുപോലെ അക്രിലിക് കളറും വാട്ടർ കളറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വരുന്നത്. അക്രിലിക് കളർ പെട്ടെന്ന് ഉണങ്ങും, അത് ക്യാൻവാസിൽ ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. പേപ്പറിലും ക്യാൻവാസിലും ഒരേ പോലെ ചെയ്യാൻ പറ്റുന്നതാണ് അക്രിലിക് കളർ എന്നുള്ളതും, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ, ഓയിൽ പേസ്റ്റലിൻ്റെ സാധ്യതകൾ, ഇത്തരം ഒട്ടേറെ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റി എനിക്ക്. പെൻസിൽ ഷെയ്ഡിങ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അടുത്ത ടെസ്റ്റിന് എനിക്ക് പൊടുന്നതിന് അവിടെ കിട്ടി. എൻ്റെ മെറിറ്റിൽ തന്നെ എനിക്ക് കിട്ടി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നവർക്കൊക്കെ ഞാനൊരു തിരിച്ചടി കൊടുത്തത്, ഈ 5 വർഷത്തെ നാഷണൽ ഡിപ്ലോമ പഠിച്ചിറങ്ങിയിട്ട് ഞാൻ ദുബായിൽ പോയി കുറച്ച് സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ എൻ്റെ പ്രൊഫഷൻ വെച്ചിട്ട് എനിക്ക് കഴിഞ്ഞപ്പോൾ എന്നെ എതിർത്ത് പറഞ്ഞിരുന്ന ബന്ധുക്കളും അതുപോലെ എൻ്റെ നാട്ടുകാരൊക്കെ
എന്നെ പുകഴ്ത്താനും സ്തുതിപാഠകരുമായിട്ടും വന്നു എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു പ്രത്യേകത. ഇനിയുള്ള കാലത്ത് കല എന്ന് പറയുന്നത് അത്ര മോശം കാര്യമല്ല. ഈ കലാപരമായിട്ട് നമുക്ക് ഒട്ടേറെ കല ജീവിതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കല കലയ്ക്ക് വേണ്ടിയോ എന്നൊക്കെ പറയുന്നൊരു വാദം അന്നേ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ കല എന്ന് പറയുന്നത് കലയ്ക്കും ജീവിതത്തിനും വേണ്ടിയാണെന്നാണ് എൻ്റെ ഒരു വാദം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക പ്രൊഫഷനിൽ ഈ ചിത്രകല എന്ന് പറയുന്നത് മോശം ഒരു പ്രൊഫഷനല്ല. വളരെയധികം ഇനിയും ഉയരങ്ങളിലേക്ക് ചിന്തിക്കാനും ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ച കുട്ടികളൊക്കെ ഇപ്പോൾ UK കാനഡയിലൊക്കെ പോയിട്ട് ഒട്ടേറെ മാസ്റ്ററൊക്കെ ചെയ്ത് ഒരുപാട് നല്ല ജോലി സാധ്യതകളും ഒക്കെ ഉള്ള ഒരു മേഖലയാണിതെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിൽ മാറ്റി ഇപ്പോൾ കോളേജാണ്. അവിടെ BFA സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് കൊടുക്കുന്നത് ഇപ്പോൾ കോളേജ് ഓഫ് ഫൈൻ ആർട്സായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോഴും ഫൈൻ ആർട്സിൽ പഠിച്ചിരുന്നൊരു പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നു എന്ന് പറയുന്നതിൽ ഇപ്പോഴും എനിക്ക് അഭിമാനമുണ്ട്. ഈ അടുത്ത കാലങ്ങളിലും ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസം വരെ ഞാൻ അവിടെ പോയിരുന്നു. അവിടുത്തെ പുതിയ തലമുറേനെയൊക്കെ കണ്ട് സംസാരിച്ചിരുന്നു. അവർക്കൊക്കെ വേണ്ടത്ര ഊർജ്ജമൊക്കെ പകർന്നിട്ടാണ് ഞാൻ വന്നത്. ഇന്നത്തെ ഈ തലമുറ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ പിടിയിലകപ്പെട്ട പോലെ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ വലയിലകപ്പെട്ട പോലെ ആണ്. അവർ നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് ഇത്തരം മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ AI തന്നെ പറയുന്നില്ലേ, ഒരുപാട് നല്ല കാര്യങ്ങൾക്കായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ ഒട്ടുമുക്കാൽ യുവതലമുറയും വഴിപിഴച്ചു പോകുന്നത് ഇൻ്റർനെറ്റിൻ്റെ ദൂഷ്യഫലങ്ങളിലൂടെ പോകുമ്പോഴാണ്. അത്തരം ഇൻ്റർനെറ്റിൻ്റെ വലയിൽപ്പെട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ വലയിൽപ്പെട്ട് അതിൽ നിന്ന് ഊരിപ്പോകാനാകാതെ കഴിയുന്ന കുറേ യുവജനതയുടെ ഒരു നേർക്കാഴ്ചയാണ് എൻ്റെ ഈ പെയിൻറ്റിങ്. ഇതിൽ അവർ ഈ വല, ഇതൊരു വല തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. ആ വലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്, അതിൽ നിന്ന് അവർക്ക് ഊരിപ്പോരാൻ പറ്റുന്നില്ല. അത്തരം ഒരു പെയിൻറ്റിങ്ങാണിത്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ചാർക്കോളും വാട്ടർ കളറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ദുബായ് പ്രവാസക്കാലത്ത് ഞാൻ ഒട്ടേറെ വിസയിൽ വന്നിട്ടുള്ള ഒട്ടേറെ യുവാക്കളെ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. മെട്രോയിലൊക്കെ കയറുമ്പോൾ ഒരു വലിയ ഫയലും പിടിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ ഫെയിലായിട്ട് സങ്കടപ്പെട്ട് സാറ് എന്ത് ജോലി, എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ഒട്ടേറെ യുവതികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഏതൊക്കെ വഴിയിലൂടെയാണ് പോകേണ്ടത്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ചില ടിപ്സുകളൊക്കെ കൊടുക്കാറുണ്ട്. അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ ആ ഒരു തീം വെച്ചിട്ട് ഞാനൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് ഞാൻ ചെയ്തൊരു പെയിൻറ്റിങ്ങാണത്. അതായത് വിസയിൽ ജോലി തേടി എന്താ പറയുക, പ്രതികൂല കാലാവസ്ഥയിലൊക്കെ നടന്ന് വേർത്ത് മടുപ്പ് അനുഭവിച്ചിട്ട് നിന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാതെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യനെയും കുഞ്ഞിനെയും പറ്റിയിട്ട് ഓർക്കുമ്പോൾ തിരിച്ചു പോകാനും പറ്റുന്നില്ല, എന്നാൽ ഒരു നല്ല ജോലി കിട്ടുന്നില്ല. ആ ഒരു പല ബിൽഡിങ്ങുകളിലും കയറി ഇറങ്ങി അവൻ CV കൊടുക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പെയിൻറ്റിങ്ങാണിത്. എൻ്റെ ഒരു 26 വർഷത്തെ എക്സ്പീരിയൻസിൽ, അതായത് ദുബായിലായിരുന്നു ഞാൻ, 26 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഒട്ടേറെ ഇൻ്റർനാഷണലി വാല്യൂഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കല പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു അവസരം ദൈവം തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പല രാജ്യത്തിലുള്ളവരെ, പല സംസ്കാരത്തിലുള്ള പാരൻസിൻ്റെ മക്കളെ പഠിപ്പിക്കാനായിട്ട് ദൈവം എനിക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്കിപ്പോഴും വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. നാട്ടിലായാലും പക്ഷേ എൻ്റെ 26 വർഷം ഞാൻ പ്രവാസ ജീവിതം നയിച്ചപ്പോൾ എനിക്ക് ഞാൻ ദുബായിൽ ഡൽഹി പ്രൈവറ്റ് സ്കൂളിലെ ആർട്ട് ടീച്ചറായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരുപാട് കുട്ടികൾ, പിന്നെ പുറത്തുള്ള കുട്ടികൾ, പല ഫ്ലാറ്റുകളിലും ചെന്നിട്ട് ഞാൻ ആർട്ട് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ ഒരു റെക്കഗ്നേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അത്തരം ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുള്ളവനാണ് ഞാൻ. അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്.